ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിതാ പതിവ് പോലെ ഇന്ന് കിച്ചണിലാണ് കേട്ടോ. എന്നും ഷോപ്പിലെല്ലാം ഉണ്ടാവാറ്. ഞാനിത് കിച്ചണിലാണ്. പിന്നെ അതാ ദോശ ചൂടാണ്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഹാഫ് ലീവ് എടുത്തിട്ടോ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഷോപ്പിലേക്ക് പോകണം. അതെന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണ വർക്ക് ഉണ്ട് വന്നിട്ട്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഷോപ്പ് തുറന്ന് ജസ്റ്റ് അത് വാങ്ങി വെച്ചിട്ട് ഞാനിങ്ങനെ ഡയറക്റ്റ് വീട്ടിൽ തന്നെ പോകും. അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ മദ്രസയ്ക്ക് പോയി. അപ്പം ഞാൻ എന്താ ബ്രെഡും മുടി ഒന്ന് ഇതാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും കൂട്ടിയിട്ട് ഒന്ന് നല്ല അടിപൊളി ചായ കുടിക്കട്ടെ. എന്നിട്ട് വേണം അടുത്ത പരിപാടികൾ തുടങ്ങാൻ കേട്ടോ. കേൾക്കട്ടെ. അസ്മിക്കുട്ടൻ വന്നിട്ട് അവനക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും വേണമെന്ന് പറയും. അപ്പോൾ വന്നതിന് ശേഷം അവനക്ക് ഉണ്ടാക്കി കൊടുക്കും. ഗൈസ്, ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ. ലിയോ 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 എടാ ഫുഡ് കണ്ടടാ, ഫുഡ് കണ്ടടാ. അസ്മിക്കുട്ടനെ കുറേ ദിവസങ്ങളിൽ ഞാൻ ഇറക്കും വൈകണം കേട്ടോ. പക്ഷെ ഇക്കൊല്ലം ഞാൻ പെരുന്നാൾക്കും ഇറക്കാൻ പറ്റിയില്ല. ഞാൻ ബിസി ആയില്ലേ. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഇനി വേല കഴിഞ്ഞിട്ട് വിഷു, അപ്പോൾ ഇറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇറക്കട്ടെ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും നോക്കാം. നോക്കടാ ലിയോ. അപ്പോൾ ഇതാ ലിയനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ അസ്മിക്കുട്ടനെ വിളിക്കാൻ പോകും കേട്ടോ. ലിയോ, അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. നോക്കട്ടെ, ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുകയുള്ളൂ. ലിയോ എന്നടാ വാ നമുക്ക് വിളിക്കാൻ പോവാം അസ്മിനെ. അപ്പോഴേ ഞങ്ങൾ ലിയനെ ഇറക്കിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആളെ ഞങ്ങൾ കൂടില്ലാത്തതുകൊണ്ട് മേലെ വാർപ്പിൻ്റെ മേലല്ലേ കെട്ടിയിടാറ്. പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് വിടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറക്കി വിട്ടിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലർക്ക് സംശയം ഉണ്ടാവും എന്താണെന്നുള്ളത്. സൂപ്പർ എന്നാ കൊണ്ടെടുത്തിട്ട് വാ. എവിടെ ഇതാ വാടാ പൊന്നാ, ഇവിടെ നോക്ക മുണ്ടില്ല ഇവിടെ നോക്ക. അതാരാ ആരാ പൂച്ച? വായലിയോ ലിയോ ആകെ പൊക്കിരിക്കണ്. പോ പിടിച്ച് കെട്ടിക്കട്ടാ. വായോ സങ്കടായി എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഇതുണ്ടോ അതെ ഡെഡായി കിടക്കണ്, കാണുന്നുണ്ടോ? ഞാൻ രാവിലെ വന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. ഒന്ന് കണ്ണ് തുറക്കൂല. അതെങ്ങനെ? അവിടുന്ന് വീഴൂ. കിളിയല്ലേ അന്റെ കുട്ടിയല്ലേ, എന്റെ കുട്ടിന്ന് ചത്ത. അതിന്റെ കുട്ടി ചത്തല്ലോ. മച്ചാ കണ്ണ് തുറക്കണോക്ക്. അത് ചത്തുട്ട അധികം നേരമായിട്ടില്ല ചത്തിട്ട്. നോക്കട്ടെ. ഇതാ ഇയാൾ ഒറ്റക്കായി. പോയി പോട്ടെ. ഹലോ, അപ്പോൾ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്, ശരി ക്ഷീണം. അപ്പം ഞാൻ അത് ഗ്ലാസ് പാലെടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പാലുകൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ദോശ കഴിക്കാൻ. ഇപ്പോൾ സമയം 12:30 ആയിക്കണം. അപ്പോൾ ഞാൻ ദോശയുണ്ട്, പിന്നെ നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ ഇതാണ്
CD മുള്ളൻ തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ അതാണ് ചോറിലേക്ക് അത് തന്നെ കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിക്കണം. പിന്നെ ദോശ കഴിക്കണം. പിന്നെ അതാ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ചീരൻ്റെ ഇല ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ ഇനിയൊരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ. ഇതാ ചക്ക, അടിപൊളി ചക്ക ഉണ്ട് കേട്ടോ. ഇതിനെന്താ പറയുക, വരിക്കച്ചക്കയാണ്, പഴഞ്ചക്കല്ല. ഇത് നമ്മളെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നമ്മളെ പറമ്പിലുണ്ട്. നല്ല അടിപൊളി ചക്കയാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. ചുള ചെറുതാണെന്നിട്ട് കാര്യമില്ല, പക്ഷേ പൊരിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. ഉപ്പേരി ഉണ്ടാക്കിയാലും പഴുത്തതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിക്കണം. അർഷു വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ അർഷുവിനെ കുറച്ച് കൊടുത്തു. മാമൻ തിന്നു, കുട്ടികൾ തിന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇനി അതോൻ്റെ പാൽ തണുക്കും, ഇളം ചൂടിൽ കുടിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ അതാ ഞാൻ അസ്മിക്കുട്ടനും അൻസിമോളെയും ഉറക്കാൻ വേണ്ടി കിടന്നത് കേട്ടോ. കാരണം ഞാൻ കൂടെ കിടന്നിട്ടില്ലെങ്കിൽ അവർ ഉറങ്ങലുണ്ടാവില്ല. ഞാൻ അവരെ ഉറക്കിയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഷോപ്പിലേക്ക് ഒന്ന് പോയി വന്നു കേട്ടോ. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാതിരുന്നാണ്. അപ്പോൾ അതാ ഗൈസ്, ഞാനും അവരെ കൂടെ ഉറങ്ങിയിട്ടാ. അന്നതാ അർഷ് വന്നപ്പോൾ ഞാനും അർഷും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അസ്മിക്ക് ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അവർ ഉറങ്ങി എണീക്കുമ്പോഴത്തേന് ചായ ഉണ്ടാക്കി വെക്കണം. ഇതാ ഞാൻ രാവിലെ ഉണ്ടാക്കി തന്നെ ഞാൻ അവർക്ക് രണ്ടാക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. എന്നാൽ പിന്നെ വേഗം നീക്കുമ്പോഴത്തേന് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കയറുണ്ടായിക്കോട്ടെ. ആ, ഒരു മിനിറ്റ്. പിന്നെ അങ്ങനെ അത് അസ്മിക്കുട്ടനും അൻസിക്കുട്ടിയൊക്കെ ഉറങ്ങി എണീറ്റ് ചായയൊക്കെ കുടിച്ച് അവർ കളിക്കാൻ പോയിട്ടാണ് പാടത്തേക്ക്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ലിയനെ ക്രോസിങ്ങിന് കൊണ്ടുപോയതാണ് കേട്ടോ. ആളെ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവരും. അങ്ങനെയുണ്ടോ. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ നല്ല മഴ വരുന്നുണ്ടോയെന്നൊരു സംശയം. പക്ഷേ മഴയൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല ചക്ക, അതിൻ്റെ കൂട്ടത്തിലുള്ള തന്നെ കേട്ടോ. അപ്പോൾ അത് അമ്മ ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചതാണ് അമ്മ ഇങ്ങോട്ട് പോയി. ലാസ്റ്റ് ഞാനിത് കുറേ എടുത്ത് കഴിച്ചിട്ട് അമ്മ കാണാതെ അമ്മ വറുത്തു. അപ്പോൾ അതാ ഗൈസ്, ഇപ്പോൾ സമയം 8 മണി കേട്ടോ. ആ സമയത്താണ് അസ്മിക്കുട്ടനിക്ക് മാങ്ങ ഉപ്പിലിട്ടത് മുളക് വേണം പറഞ്ഞു. എടാ പോരെ, എത്ര മതിയാ? എന്നാ കഴിച്ചോ. അങ്ങനെ അതാ ഞങ്ങൾ ചക്ക വറുത്തതൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഉറക്കി. പിന്നെ അതാ ഇത്ര എനിക്ക് ഇത് ചുരിദാറുണ്ട്. പിന്നെ അതിൽ ഇത് ചുരിദാർ ബിറ്റാണ് കേട്ടോ. പിന്നെ ഈ ഗ്രീൻ അത് ബ്ലൗസാണ്. പിന്നെ അതൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ. അപ്പോൾ വീഡിയോ ഇത്രക്കുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.